ഒരു വട്ടം നിങ്ങൾ മാങ്ങാച്ചാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. അതും ഈ വട്ടം ഓണസദ്യയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സംഭവം പൊളി കിട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പലരും നമ്മളൊരു ഫോളോ ചെയ്യില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ഏകദേശം ഒരു 5 മാങ്ങയാണ് എടുക്കുന്നത്. അതേപോലെ ചെറുതായി അരിഞ്ഞ് എന്നിട്ട് ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കങ്ങനെ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. ആദ്യം തന്നെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട ഒരു 3 ടീസ്പൂൺ കടുക്, പിന്നെ 2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതേപോലെ പൊട്ടി വരും. അപ്പോൾ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലോട്ട് അടുത്തിട്ട് കൊടുക്കുന്ന ഉണക്കമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് അടുത്തിട്ട് കൊടുക്കുന്നത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ അതിലോട്ട് ആദ്യം വറുത്ത് പൊടിച്ച് വെച്ച കടുക് ഉലുവയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വിനീഗർ കൂടി ഒഴിക്കാം കേട്ടോ. കുറച്ച് അധികം നേരം നിങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ വിനീഗർ ഒഴിക്കുന്നില്ല. നിങ്ങൾ കുറച്ചധികം കേടരാതിരിക്കണം എന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച മായം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒക്കെ കൂടി അങ്ങനെ ഇതിൻ്റെ മിക്സിങ് മാങ്ങയിലോട്ട് നല്ലപോലെ പിടിക്കണം. അടുത്തത് ഇതിൻ്റെ അവസാന ഘട്ടമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കായംപൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഫോളോ ചെയ്യണേ.